ഹലോ ഗൈസ്, നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഒരു കഥ പറയട്ടെ. അപ്പോൾ ഈ കഥ പറയുന്നത് ഇവരെ കുറിച്ചാണ്. ആ കഥയിലേക്ക് പോകാം. ലേബർ റൂമിൽ ഹരിപ്രസാദും കുടുംബവും ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നു. അതെ, ഹരിപ്രസാദിൻ്റെയും സിന്ധുവിൻ്റെയും രണ്ടാമത്തെ പുത്രി അഖില ഹരിപ്രസാദ് ജനിച്ചു. ആദ്യത്തെ മകൻ അദ്വൈത ഹരിപ്രസാദ് അല്ലെങ്കിൽ ശ്രീകുട്ടന് കൂട്ടായിട്ട് അഖില ഹരിപ്രസാദ് വന്നല്ലോ. അഖിലയെ വീട്ടിൽ വിളിക്കുന്നത് ശ്രീകുട്ടിന്ന്. പക്ഷെ സ്കൂളിലൊക്കെ ചേർന്ന് വലുതായപ്പോൾ എല്ലാവരും അവളെ അക്കു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവളുടെ ചേച്ചി, അതായത് അവളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണമായി. അവൾ വളരെ സന്തോഷത്തോടെ കല്യാണം കൂടി. അപ്പോൾ അവളുടെ ചേച്ചിയുടെ മൂത്ത കുട്ടി അരുണിമയായി ഉണ്ടായി. അപ്പോൾ അവൾ ഭയങ്കര ദേഷ്യത്തിൽ ചിറ്റഭരണം സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഭരണമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ചേച്ചിക്ക് രണ്ടാമതൊരു പുത്രനുണ്ടായി. ഈ അരുണിമയും അർണവും ഇവർ രണ്ടുപേരുടെ അക്കുവിനെതിരെ പ്രതിഷേധം തുടർന്നു. പ്രതിഷേധമൊന്നുമല്ല, ഭയങ്കര മുറ്റൻ അടിയാണ്. അരുണിമ അച്ചുവെന്നും അർണവിനെ കാശി എന്നുമാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും വീട്ടുകാരെ എത്തിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലും +2ലും ഫുൾ A+ വാങ്ങി അക്കു ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇവിടുത്തെ സുഖം പോരാന്ന് പറഞ്ഞ് ആന്ധ്രയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോയ അക്കു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. എങ്കിലും എല്ലായ്പ്പോഴും ഫസ്റ്റ് ക്ലാസ്സും നേടി ഒരുപാട് സുഹൃത്തുക്കളോടെ അക്കു സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയി. ഇന്ന് ജനുവരി 11, 2026 അക്കുവിന് 21ാമത്തെ പിറന്നാളാണ്. ജനുവരി 4 ബർത്ത്ഡേ കഴിഞ്ഞു. ഏതായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക അക്കുവിന് ഒരു പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Happy birthday, Akuchit.